ഞാൻ എഴുന്നേൽക്കുന്നതാണ് കാണുന്നത്. രാത്രി ഞാൻ മമ്മിയുടെ കൂടെ കിടന്നത്. എന്താ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അപ്പുറം ഇപ്പുറം 2 തലേണയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ച് കാണിച്ച് അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലണ്ടനിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഹൗ ഈസ് മൈ ഔട്ട്ഫിറ്റ്? സുന്ദരിയല്ലേ? എന്താണ് ഇവരൊന്നും റെഡിയായി വരാത്തത്? എന്നെ രാവിലെ റെഡിയാക്കി ഇരുത്തിയിട്ട് ഇവരുടെ വഴിക്ക് പോയേക്കുവാന്ന് തോന്നുന്നു. എന്താണേലും അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ പിന്നെ ഡാഡി എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. നടിയിറങ്ങി പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. ഇതെന്താ എണ്ണീട്ട് ഒരിട്ട് നട തീരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ കൊണ്ടുപോയി എന്നെ ഒരു കാർ സീറ്റിലോട്ട് ഇരുത്തി കണ്ണാടിയൊക്കെ വെച്ച് ഒരു ഗുണ്ട ലുക്കിൽ എന്നെ കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. എൻ്റെ ഡാഡിയാണ് എന്നെ തള്ളിക്കൊണ്ട് പോകുന്നത്. ലണ്ടനിൽ പോകാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കാറാതെ കരയാതെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവാണ്. ഈ കോമാളിത്തത്തിനൊക്കെ കൂട്ടുനിന്ന് അതിനിടയ്ക്ക് തൊപ്പിയും കണ്ണാടിയൊക്കെ ഊരിപ്പോയി. ഇതേ വഴി കൂടെ ഒരു സുന്ദര സായിപ്പും മാതാമയൊക്കെ പോകുന്നുണ്ട്. അവരെയൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, അവർ വേണം എന്നെ മൈൻഡ് ചെയ്യട്ടെ. അങ്ങനെ ഞാനിതാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റല്ല കേട്ടോ, ട്രെയിനിൽ കയറി, ലിഫ്റ്റിൽ കയറി. എന്നെ കൊണ്ട് ഇപ്പം നടയിൽ കൂടെ ഒന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ചും നല്ല കുലുക്കം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവാണ്. ചെറിയ ഭയമൊക്കെ എൻ്റെ മുഖത്ത് കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ മൈ ട്രെയിൻ. അങ്ങനെ ട്രെയിൻ വന്നു. ഞാനിതാ ട്രെയിനിനുള്ളിലേക്ക് പോയിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെയോ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും കണ്ണാടി എൻ്റെ മുഖത്ത് വന്നു. കണ്ണും കാണാമല്ലോ ശിവനെ. അങ്ങനെ ചലിക്കുന്ന ട്രെയിനിൽ പല കൊപ്രായങ്ങൾ കാണിച്ച് എന്നെ രസിപ്പിക്കുന്ന ഡാഡിയാണിത്. കുഴപ്പമില്ല, ചിരിച്ചു കൊടുത്തേക്കാം. വീണ്ടും കണ്ണാടി വന്ന് ദൈവം ഈ കണ്ണും കാണത്തില്ല. അത് എന്തിനാണ് എന്നെ ഇത് മുഖത്ത് കൊണ്ടുവച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ കാരണക്കാരിയാണിത്, എൻ്റെ മാമി. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ്. ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ ഞങ്ങൾ ചുമന്ന ബസ് കാണാൻ വേണ്ടി പോവുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്ത് ചുമന്ന ബസ് കണ്ടു. പിന്നെ ഞങ്ങൾ താഴത്ത് ഷാർക്ക് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഈ വിശക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഏതോ ഇരുമ്പും കൂട്ടയിലൊക്കെ കൊണ്ടുവച്ച് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അമ്പോ, എന്നതാണോ ഇതൊക്കെ, കൊള്ളാമല്ലേ? വിശന്നിട്ടാണ് മനസ്സിൽ കണ്ണും കാണുന്നില്ല, ഒരു വക തിന്നാൻ തന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങിപ്പോയി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ താണ്ടടാ ഞാൻ ലണ്ടൻ പിടിച്ച് പൊങ്ങി നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. കണ്ണാടിയൊക്കെ എപ്പോൾ വെച്ചോന്ന് അദ്ദേഹത്തിൽ ലണ്ടനിൽ കറങ്ങുന്നത് ഞാൻ. അങ്ങനെ ഓരോരുത്തർ അതിനെ മാറി എടുത്ത് കറക്കുകയാണ്. അതേ അടുത്ത് ഇനി ഡാഡിയുടെ വക സെക്ഷൻ. എല്ലാവരും എന്നെ കറക്കി ചുറ്റി പറക്കുകയാണ്. മുറുക്ക് എന്നെ പിടിച്ചോണേ, താഴെ വെള്ളമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, രണ്ടും പിടിച്ചൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെയൊക്കെ കാണാൻ സാധിച്ചു. ലണ്ടൻ തേംസ് നദി കണ്ടു. ഇവിടെയൊക്കെ നല്ല വൃത്തിയുമനെയൊക്കെ ആയിട്ടിരിക്കുന്നല്ലോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് ഇറങ്ങി ഒന്ന് കുളിച്ചാലോ എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മുന്നോട് മുറുക്ക പിടിച്ചോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ച് ഞാൻ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് തിരിച്ച് അടുത്ത ട്രെയിനിൽ ഓടിപ്പോയി കീഴി. ഞങ്ങൾ താണ്ടട, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. സീറ്റിലിടയില്ലാതെ ഡാഡി അങ്ങ് ഫ്രണ്ടിൽ പോയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി സുഖമായി ഞാൻ കിടന്നുറങ്ങി. ലണ്ടനിൽ പോകാൻ